ഇടുക്കി ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ ജീപ്പ് സഫാരി നിരോധനം സംബന്ധിച്ച ഉത്തരവ് പിൻവലിക്കണമെന്ന് CPIM നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട്. പരിശോധനകൾ നടത്താൻ സമയം നൽകിയതിനു ശേഷം നടപടി സ്വീകരിക്കാമെന്നാണ് CPIMന്റെ ആവശ്യം. അതേസമയം ഈ സഫാരി ഓഫ് റോഡ് ജീപ്പുകൾക്ക് മാത്രമാണ് നിരോധനമെന്നും ഉടമകൾക്ക് മുൻപ് നോട്ടീസ് നൽകിയിരുന്നതായും ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ജീപ്പ് സഫാരി ഓഫ് റോഡ് എന്നിവയ്ക്കുള്ള അനുമതി കഴിഞ്ഞ 5-ാം തീയതിയാണ് ഉത്തരവിലൂടെ ജില്ലാ ഭരണകൂടം റദ്ദാക്കിയത്. ഉത്തരവിലെ ആശയക്കുഴപ്പം വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. ടൂറിസം മേഖലയ്ക്ക് പുറമെ മറ്റു മേഖലകളെയും ഉത്തരവ് ബാധിക്കുമോ എന്ന ആശങ്കയാണ് പ്രതിഷേധത്തിന് കാരണമായത്. ഉത്തരവ് പൂർണ്ണമായും പിൻവലിച്ച് ഭേദഗതിയുണ്ടാക്കി നൂറുകണക്കിന് ആളുകൾ ഉപജീവനം കണ്ടെത്തുന്ന തൊഴിൽ മേഖലയെ സംരക്ഷിക്കണമെന്ന് CPIM ആവശ്യപ്പെട്ടു. എന്താ പറയുക, ഒരു ഉദ്യോഗസ്ഥ പ്രഭുത്വത്തിൻ്റെ സമീപനമാണ്. അതുകൊണ്ട് ആ തീരുമാനം പിൻവലിച്ചിട്ട് ശരിയായ പരിശോധന നടത്തണം. ആളുകളുടെ ഉപജീവനമാണ് വഴിപ്പോകുന്നത്. ടൂറിസം മേഖല പൂർണ്ണമായി സ്തംഭിപ്പിക്കുന്നതിലേക്ക് എത്തും. ഇപ്പോൾ 2018 മഹാപ്രളയം ഉണ്ടായപ്പോൾ പോലും 1 മാസക്കാലമാണ് നിർത്തിവെച്ചിട്ടുള്ളത്. അതും തന്നെ നേരത്തെ എല്ലായിടത്തും വിളിച്ചു കൂട്ടി ആലോചിച്ചാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ തീരുമാനം പിൻവലിക്കണമെന്ന് തന്നെയാണ് CPMന്റെ അഭിപ്രായം. അതേസമയം ഉത്തരവിനെ തെറ്റിദ്ധരിക്കേണ്ടെന്നാണ് ജില്ലാ കളക്ടർ പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ മൂന്നാർ പോതമേട് ഉൾപ്പെടെ ഉണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണമെന്നും ഓഫ് റോഡ് സഫാരി ജീപ്പുകൾക്കും ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും വേണ്ട സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായാണ് പരിശോധന എന്നും ജില്ലാ കളക്ടർ പറയുന്നു. ഈ ഓർഡർ രണ്ട് പേജേ ഉള്ളൂ, വായിക്കാൻ 2 മിനിറ്റേ ഉണ്ടാവും. ആ ഓർഡർ വായിച്ചാലും മനസ്സിലാവും. ഈ ജീപ്പ് സഫാരി എന്ന് പറയുന്നത് ഈ ഡേഞ്ചറസ് ആയിട്ട് അപകടാവസ്ഥയിൽ പോകുന്നവർക്കുള്ള നിയന്ത്രണമാണ്. പക്ഷേ അത് നമുക്ക് വായിക്കാതെ ജീപ്പ് നിയന്ത്രണം പറഞ്ഞിട്ട് എല്ലാവരെയും തടയുന്നത് ശരിയല്ല. അങ്ങനെയുള്ള നിർദ്ദേശം നമ്മൾ പോലീസിനോടും RTOനോടും പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു മരണം ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് പെട്ടെന്ന് ആക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ഓർഡർ പുതിയതല്ല. ഞാൻ ഓർഡർ ഇറക്കിയ ശേഷമാണ് ഞാൻ കണ്ടത്. 2019, 20, 22 കൂടി ഈ ഓർഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നിയന്ത്രിക്കാനല്ലേ. ആൾക്കാരുടെ ജീവിതം നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം DDMയുടെ ചെയർപേഴ്സണായിട്ട് ജില്ലാ കളക്ടർക്ക് ഉള്ളൂ. അത് ഞാൻ നിർവഹിച്ചതേ ഉള്ളൂ. സബ് കളക്ടർമാർ, പഞ്ചായത്ത്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയവർ അതത് പ്രദേശങ്ങളിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരികളുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ്. ഇടുക്കി ടൂറിസം മേഖലയിലെ ജീപ്പ് സഫാരികളുടെ നടത്തിപ്പിന് ഏകീകരണം വേണമെന്ന് ജില്ലാ ഭരണകൂടം നിലപാട് സ്വീകരിക്കുമ്പോഴും പെട്ടെന്നുള്ള നിരോധന ഉത്തരവ് മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കിയെന്നാണ് ഭരണപക്ഷ പാർട്ടികളും പറയുന്നത്. ന്യൂസ് മലയാളം, ഇടുക്കി.